ഷെറിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന, ഷെറുകൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു ജിന്ന് എല്ലാ മനുഷ്യന്റെ കൂടെയും ഉണ്ടാകും. അത് അവന്റെ ഖരീനാണ്. ഏതൊരു മനുഷ്യനും അള്ളാഹു പ്രത്യേകമായി ജിന്നുകളിൽ നിന്നുള്ള ഒരു ഖരീനിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോ വ്യക്തിക്കും ഓരോ ഖരീനാണ്. എന്താണ് അതിന് തെളിവ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ. നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഇല്ല, എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ ജിന്നുകളിൽ നിന്നുള്ള ഒരു ഖരീനിനെ അവന്റെ കാര്യത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വഹാബത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. കാരണം ഇത് സാധാരണ നിലക്കുള്ള മറ്റു പിശാചിക്കളാകുന്ന ഖരീനിനെ കുറിച്ചല്ല. അതുകൊണ്ട് അവർ ചോദിച്ചു, വ ഇയ്യാക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ ഒരു ജിന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇയ്യായ, എന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ജിന്നിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല അന്നല്ലാഹ അആനനി അലൈഹി, പക്ഷേ എന്റെ കാര്യത്തിൽ മാത്രം ഒരു വിഷയമുണ്ട്. ഇത് വേറെ ആർക്കുമില്ല. ശ്രദ്ധിക്കുക, ഇത് വേറെ ആർക്കുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി. എന്താണത്? ഇന്നല്ലാഹ അആനനി അലൈഹി, അല്ലാഹു അവന്റെ മേൽ എന്നെ സഹായിച്ചിരിക്കുന്നു. ഫഅസ്ലമ, അങ്ങനെ അവൻ മുസ്ലിമായിരിക്കുന്നു. ഫലാ യഉമുറുനി ഇല്ലാ ബിഖൈരിൻ, എന്റെ കാര്യത്തിൽ എന്നോട് ഖൈറല്ലാതെ പറയുകയില്ല. ഇവിടെ ഫഅസ്ലമ എന്നുള്ളതിന് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന അർത്ഥത്തിലും, അല്ലെങ്കിൽ അല്ലാഹു പ്രവാചകന്റെ കാര്യത്തിൽ ആ പിശാചിനെ കീഴ്പ്പെടുത്തുകയും നല്ലതല്ലാത്തതൊന്നും പറയാൻ ആ പിശാചിന് സാധിക്കാത്ത വിധം അള്ളാഹു പിശാചിനെ കീഴ്പ്പെടുത്തി എന്ന അർത്ഥവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാണെങ്കിലും ശരി, പ്രവാചകന്റെ കൂടെയും ആ ഒരു ഖരീനായ ജിന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ജിന്ന് ഖൈറ് മാത്രമേ പറയുകയുള്ളൂ.